പോളിംഗ് വിവരങ്ങൾ അറിയാനും വെബ്കാസ്റ്റിംഗിനുമായി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സജ്ജമാക്കിയ ജില്ലാതല കൺട്രോൾ റൂം സദാസമയവും സക്രിയമായി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyanad. Also at Kannur, Irati and Pattambi. നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും പോളിംഗ് സ്റ്റേഷനുകളിൽ ഏർപ്പെടുത്തിയിരുന്ന വെബ്കാസ്റ്റിംഗുമായി ബന്ധപ്പെട്ട നിരീക്ഷണ ചുമതലയ്ക്കും ഓരോ നിയോജക മണ്ഡലങ്ങളിലെയും പോളിംഗ് ശതമാനം അറിയുന്നതിനുമായി സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിലുള്ള ജില്ലാ പഞ്ചായത്ത് ഹാളിലൊരുക്കിയ ജില്ലാതല കൺട്രോൾ റൂം രാവിലെ 5:30 മുതൽ തന്നെ പൂർണ്ണമായും സക്രിയമായിരുന്നു. കൺട്രോൾ റൂമിൽ ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഏർപ്പെടുത്തിയിരിക്കുന്ന വെബ്കാസ്റ്റിംഗ് സംവിധാനം നിരീക്ഷിക്കാൻ പ്രത്യേക സ്ക്രീനുകൾ സ്ഥാപിച്ചിരുന്നു. ഇതുവഴി ജില്ലയിലെ മൊത്തം പോളിംഗ് സ്റ്റേഷനുകളുടെ നിരീക്ഷണം നടത്തുന്നതിനായി പ്രത്യേക ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS രാവിലെ തന്നെ കൺട്രോൾ റൂമിലെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മോക്ക് ബോളിൽ തകരാറിലായ EVM മെഷീനുകൾ മാറ്റി പകരം അനുവദിക്കുന്നതിന് അടിയന്തര നടപടികളും സ്വീകരിച്ചു. 1146 പോളിംഗ് ബൂത്തുകളും തത്സമയം നിരീക്ഷിച്ചു. ഇതിനായി 30ഓളം സ്റ്റാഫുകളാണ് വെബ്കാസ്റ്റിംഗ് റൂമിൽ ഒരേ സമയം സേവന നിരതരായത്. 6 ടീമുകളായി തിരിഞ്ഞ് ചുമതലകൾ വഹിച്ചു. ഒരു സ്ക്രീനിൽ ഒരേ സമയം 9 ബൂത്തുകളിലെ ദൃശ്യങ്ങൾ വീക്ഷിക്കാൻ കഴിയുമായിരുന്നു. 12 സ്ക്രീനുകളാണ് വെബ്കാസ്റ്റിംഗ് കൺട്രോൾ റൂമിൽ സജ്ജീകരിച്ചത്. ഓരോ നിയോജക മണ്ഡലങ്ങൾക്ക് 2 വീതം സ്ക്രീനുകളും ജില്ലാ കലക്ടർക്ക് പ്രത്യേകമായി പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി 2 സ്ക്രീനുകളും ഒരുക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.